ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ന്യൂ SCERT സ്റ്റാൻഡേർഡ് 10ലെ ചാപ്റ്റർ 4 ജീവികളിലെ രാസസംവേദനം. LP UP സിലബസിൽ നമുക്ക് പഠിക്കാനുള്ള വൈറ്റമിൻസ്, ഹോർമോൺസ്, മിനറൽസ് ആ ഒരു ഏരിയയിലെ ഏറ്റവും അവസാനത്തെ ക്ലാസ്സാണ് ഈ ഒരു ചാപ്റ്ററുമായി റിലേറ്റഡ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ക്ലാസ് നമുക്ക് 2 വീഡിയോകളിലായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പാർട്ട് 1 ക്ലാസ് ആണ് കേട്ടോ. അപ്പോൾ ചാപ്റ്റർ 4 ജീവികളിലെ രാസസംവേദനം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചില്ലേ, സമസ്ഥിതിക്കായിട്ടുള്ള രാസസന്ദേശങ്ങൾ എന്നുള്ള SCERT ലെസൺ. ആ ഒരു ലെസൻ്റെ നല്ലൊരു റിവിഷനാണ് നമുക്ക് ഈ ഒരു ഭാഗം പഠിക്കുമ്പോൾ കിട്ടുന്നത്. ഓക്കെ, പിന്നെ അഡീഷണൽ ആയിട്ടുള്ള പോയിന്റ് എക്സ്ട്രാ ആയിട്ട് നോട്ട് ചെയ്താൽ മതി. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ നമുക്കവിടെ തന്നിരിക്കുന്നത് ഓക്സിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ കണ്ടെത്തലുകളെ കുറിച്ചാണ്. അപ്പോൾ ഓക്സിൻ ഒരു സസ്യ ഹോർമോൺ ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഓക്സിൻ ഒരു സസ്യ ഹോർമോൺ ആണ്. അപ്പോൾ ഈ ഓക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ കണ്ടെത്തിയത് ആരാണ്, എങ്ങനെയാണ് അത് കണ്ടെത്തിയത് എന്നൊക്കെയാണ് ആദ്യമേ പഠിക്കുന്നത്. ഇവിടെ നോക്കിയ ഒരു പേര് FW വെൻറ്റ് നോക്കാം. ഹോളണ്ടിലെ സസ്യശാസ്ത്രജ്ഞനായ FW വെൻറ്റ് സസ്യങ്ങളിലെ വളർച്ചയെക്കുറിച്ച് പഠിക്കുന്നതിനിടെ ഓട്സ് സസ്യത്തിൻ്റെ ബീജശീർഷാഗ്രം മുറിച്ചെടുത്ത് ജെല്ലി പോലുള്ള പദാർത്ഥമായ അഗറിൻ്റെ കട്ടയിൽ സൂക്ഷിച്ചു. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം അദ്ദേഹം ബീജശീർഷാഗ്രങ്ങൾ നീക്കം ചെയ്ത് അഗറിനെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തു. ഓട്സിൻ്റെ ബീജശീർഷാഗ്രം മുറിച്ച ഭാഗത്ത് അഗറിൻ്റെ കട്ട വച്ചപ്പോൾ സസ്യാഗ്രം മുകളിലേക്കും ഒരു വശത്തായി ചേർത്ത് വെച്ചപ്പോൾ എതിർവശത്തേക്കും വളഞ്ഞു വരുന്നതായിട്ട് ശ്രദ്ധിച്ചു. ബീജശീർഷാഗ്രത്തിൽ നിന്നും അഗറിലേക്കെത്തിയ രാസവസ്തുവാണ് സസ്യ അഗ്രത്തിൻ്റെ വളർച്ചയ്ക്ക് ഇടയാക്കിയത് എന്ന് പിന്നീട് കണ്ടെത്തുകയും ഇതിനെ ഓക്സിൻ എന്ന് പേരിടുകയും ചെയ്തു. സസ്യങ്ങളുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന ഇത്തരം നിരവധി രാസവസ്തുക്കളെ പിൽക്കാല ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി. അവ സസ്യ ഹോർമോണുകൾ എന്ന് അറിയപ്പെട്ടു. അപ്പോൾ ഓക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ കണ്ടെത്തിയത് ആരാണ്? FW വെൻറ്റ് ആണ്. FW വെൻറ്റ് കണ്ടെത്തിയ സസ്യ ഹോർമോൺ ഏതാണ്? VENT എന്നാണ് കേട്ടോ. FW വെൻറ്റ് ആരാണ് കണ്ടെത്തിയത്? FW വെൻറ്റ് എന്താണ് കണ്ടെത്തിയത്? ഓക്സിൻ എന്ന സസ്യ ഹോർമോൺ കണ്ടെത്തി. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ നമുക്ക് വായിക്കാം. ഹോളണ്ടിലെ സസ്യശാസ്ത്രജ്ഞനായ FW വെൻറ്റ് സസ്യങ്ങളിലെ വളർച്ചയെക്കുറിച്ച് പഠിക്കുന്നതിനിടെ ഓട്സ് സസ്യത്തിൻ്റെ ബീജശീർഷാഗ്രം മുറിച്ചെടുത്ത് ജെല്ലി പോലുള്ള പദാർത്ഥമായിട്ടുള്ള അഗറിൻ്റെ കട്ടയിൽ നിക്ഷേപിക്കുന്നു. കണ്ടല്ലോ. പിന്നീട് ഇദ്ദേഹം എന്താ ചെയ്യുന്നത്? കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം അദ്ദേഹം ബീജശീർഷാഗ്രങ്ങൾ നീക്കം ചെയ്ത് അഗറിനെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തു. ആ സമയത്ത് എന്താണ്, ഈ ഓട്സ് ചെടിയുടെ ബീജശീർഷാഗ്രം മുറിച്ച ഭാഗത്ത് അഗറിൻ്റെ കട്ട വെച്ചപ്പോൾ സസ്യത്തിൻ്റെ അഗ്രം മുകളിലേക്കും ഒരു വശത്തേക്കും ഒക്കെ ആയിട്ട് ചരിഞ്ഞു വളരുന്നതായിട്ട് അദ്ദേഹം കണ്ടെത്തി. അപ്പോൾ ആ ഒരു വളർച്ചയ്ക്ക് കാരണമായത് ഓക്സിൻ എന്ന ഹോർമോൺ ആണെന്ന് കണ്ടെത്തുകയാണ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട, നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ട എന്താണ്, FW വെൻറ്റ് എന്ന ഹോളണ്ട് ശാസ്ത്രജ്ഞനാണ് എന്ത് ചെയ്തത്? ഓക്സിൻ എന്ന സസ്യ ഹോർമോൺ കണ്ടെത്തിയത്. ആ ഒരു പോയിന്റ് മാത്രം നിങ്ങൾ ഈ ഭാഗത്ത് നിന്ന് പഠിച്ചാൽ മതി. ഓക്കെ, പിന്നെ വരുന്നത് ഹോർമോണുകളും ജീവൽ പ്രവർത്തനങ്ങളും. അതായത് സസ്യങ്ങളിൽ മാത്രമല്ല ഹോർമോണുകൾ ഉള്ളത്, മറ്റ് ജീവജാലങ്ങളിലും എന്തുണ്ട്? ഹോർമോൺസ് ഉണ്ട്. ഹോർമോണിൻ്റെ എങ്ങനെയൊക്കെയാണ് ആ ജീവജാലങ്ങളിൽ ഹോർമോൺസ് പ്രവർത്തിക്കുന്നത്, പ്രത്യേകിച്ച് മനുഷ്യരിൽ. നമുക്ക് നോക്കാം. ഹോർമോണും ജീവൽ പ്രവർത്തനങ്ങളും. വിവിധ തരത്തിലുള്ള ഹോർമോണുകൾ സസ്യങ്ങളിലും ജന്തുക്കളിലും കാണപ്പെടുന്നുണ്ട്. എല്ലാ ഹോർമോണുകളും എല്ലാ കോശങ്ങളിലും പ്രവർത്തിക്കുന്നില്ല. ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് വരാം. എല്ലാ ഹോർമോണുകളും എല്ലാ കോശങ്ങളിലും പ്രവർത്തിക്കുന്നു. സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. അപ്പോൾ എല്ലാ ഹോർമോണുകളും എല്ലാ കോശങ്ങളിലും പ്രവർത്തിക്കുന്നില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ഹോർമോൺ പ്രവർത്തിക്കുന്ന കോശത്തെയാണ് അതിൻ്റെ ടാർഗറ്റ് സെൽ അല്ലെങ്കിൽ ലക്ഷ്യ കോശം എന്ന് പറയുന്നത് അല്ലേ. ഓൾഡ് SCERT നമ്മൾ പഠിച്ചതല്ലേ. അപ്പോൾ ഒരു ഹോർമോൺ പ്രവർത്തിക്കുന്ന കോശം, ഏത് കോശത്തിലാണോ പ്രവർത്തിക്കുന്നത് ആ പ്രവർത്തിക്കപ്പെടുന്ന കോശത്തെയാണ് എന്ത് പറയുന്നത്? ടാർഗറ്റ് സെൽ അല്ലെങ്കിൽ ലക്ഷ്യ കോശം എന്ന് പറയുന്നത്. ഏതൊരു ഹോർമോണിൻ്റെയും ലക്ഷ്യകോശത്തിൽ അതിന് അനുയോജ്യമായിട്ടുള്ള റിസപ്റ്റേഴ്സ്, ഗ്രാഹികളുണ്ട് അല്ലേ. ഏതൊരു ഹോർമോണിൻ്റെയും ലക്ഷ്യകോശത്തിൽ അതിന് അനുയോജ്യമായിട്ടുള്ള ഗ്രാഹികൾ അല്ലെങ്കിൽ റിസപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. ഇവ കോശസ്തരത്തിലും കോശത്തിനുള്ളിലും കാണപ്പെടുന്നുണ്ട്. ഹോർമോണുകളും റിസപ്റ്ററുകളും ചേർന്ന് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാകുന്നു. ഈ സംയുക്തമാണ് കോശത്തിനുള്ളിലെ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രിക്കുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ റിസപ്റ്റേഴ്സ് എന്താണ്? ഒരു ഹോർമോണിൻ്റെ ലക്ഷ്യകോശത്തിന് അതിന് അനുയോജ്യമായിട്ടുള്ള ഗ്രാഹികൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവ കോശസ്തരത്തിലും അതുപോലെ കോശത്തിനുള്ളിലും കാണപ്പെടുന്നുണ്ട്.
അപ്പോൾ ഹോർമോണുകൾ ആ ഭാഗത്തൂടെ രക്തത്തിലൂടെ ഒഴുകി വരുമ്പോൾ ആ ഗ്രാഹികളുള്ള കോശങ്ങളിൽ മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ലക്ഷ്യകോശങ്ങളിൽ മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത്, ഓരോ ഹോർമോണും പ്രവർത്തിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. ജന്തുക്കളിൽ അന്തസ്രാവി ഗ്രന്ഥി അല്ലെങ്കിൽ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ രക്തത്തിലൂടെ ലക്ഷ്യകോശങ്ങളിൽ എത്തുന്നു. സസ്യ ഹോർമോണുകളാണെങ്കിലോ സസ്യ ഹോർമോണുകൾ വേര്, കാണ്ഡം എന്നിവയുടെ അഗ്രഭാഗങ്ങളിലോ വിത്തുകളിലോ തളിരിലകളിലോ ആണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. സസ്യങ്ങളിലാണെങ്കിൽ വേര്, കാണ്ഡം എന്നിവയുടെ അഗ്രഭാഗങ്ങളിലോ അല്ലെങ്കിൽ വിത്തുകളിലോ തളിരിലകളിലോ ഒക്കെ ആയിരിക്കും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അവ കോശങ്ങളിൽ നിന്ന് കോശങ്ങളിലേക്കും സൈലത്തിലൂടെയോ ഫ്ലോയത്തിലൂടെയോ സംവഹനം ചെയ്യപ്പെട്ടും ലക്ഷ്യകോശങ്ങളിൽ എത്തുകയാണ് ചെയ്യുക. അപ്പം മനുഷ്യരിലോ മറ്റ് മൃഗങ്ങളിലോ ഒക്കെ ആണെങ്കിൽ എന്താ ചെയ്യുന്നത്, രക്തത്തിലൂടെയാണ് ഹോർമോണുകൾ ലക്ഷ്യകോശത്തിലേക്ക് എത്തുന്നത്. സസ്യങ്ങളുടെ കേസിലാണെങ്കിൽ സസ്യ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എവിടെയാണ്, വേര്, കാണ്ഡം എന്നിവയുടെ അഗ്രഭാഗങ്ങളിലോ അല്ലെങ്കിൽ വിത്തുകളിലോ തളിരിലകളിലോ ഒക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും കോശങ്ങളിൽ നിന്ന് കോശങ്ങളിലേക്കോ അല്ലെങ്കിൽ സൈലത്തിലൂടെയോ ഫ്ലോയത്തിലൂടെയോ ഒക്കെയാണ് ഇവ സംവഹനം ചെയ്യപ്പെട്ട് ലക്ഷ്യകോശങ്ങളിലേക്ക് എത്തുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഭാഗത്തേക്ക് നമുക്ക് വരാം. ഇവിടെ കണ്ടോ, ഈ പാഠത്തിൻ്റെ ആരംഭത്തിൽ നമുക്ക് ഓക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ എങ്ങനെയാണ് ഈ സസ്യഭാഗം വളഞ്ഞു വരാൻ കാരണമാകുന്നതെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഓക്സിനുകൾക്ക് പ്രകാശത്തിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള പ്രവണത ഉണ്ട്. ഇത് സസ്യ വളർച്ചയെ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം. ആദ്യം കണ്ടോ, ഇവിടെ മുകളിലാണ് സൺലൈറ്റ് തന്നിരിക്കുന്നത്. ഓക്കെ, തൊട്ട് മുകളിൽ അല്ലേ, ഒരു ഓക്സിജൻ തന്മാത്രയുടെ തൊട്ട് മുകളിലാണ് സൺലൈറ്റ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓരോ പിക്ചറിലും ഈ സൺലൈറ്റിൻ്റെ സ്ഥാനം മാറുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് സസ്യ വളർച്ചയെ സ്വാധീനിക്കുന്നത് നോക്കാം. സസ്യകാണ്ഡത്തിൻ്റെ നേരെ മുകളിലായി സൂര്യപ്രകാശം പതിക്കുമ്പോൾ ഓക്സിൻ കാണ്ഡത്തിൻ്റെ എല്ലാ വശങ്ങളിലേക്കും തുല്യമായാണ് വിതരണം ചെയ്തിരിക്കുന്നത്. കണ്ടല്ലോ, സസ്യകാണ്ഡത്തിൻ്റെ നേരെ മുകളിലാണ് സൂര്യപ്രകാശം പതിക്കുന്നതെങ്കിൽ ഓക്സിൻ എന്താ ചെയ്യുന്നത്, ഈ ഒരു കാണ്ഡത്തിൻ്റെ ആ ഒരു സ്റ്റെമ്മിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും തുല്യമായിട്ടല്ലേ ഇവിടെ വിതരണം ചെയ്തിരിക്കുന്നത്. കണ്ടല്ലോ ഈ ഒരു പിക്ചറിൽ. ഇനി അടുത്തത്, സസ്യകാണ്ഡത്തിന് ഒരു ദിശയിൽ നിന്നും മാത്രമാണ് പ്രകാശം ലഭിക്കുന്നതെങ്കിൽ, ഇവിടെ കണ്ടോ, ഈ ഒരു ഡയറക്ഷനിൽ മാത്രമാണ് സൺലൈറ്റ് ലഭിക്കുന്നത്. സസ്യകാണ്ഡത്തിന് ഒരു ദിശയിൽ നിന്ന് മാത്രം പ്രകാശം ലഭിക്കുമ്പോൾ ഓക്സിൻ കാണ്ഡത്തിൻ്റെ എതിർവശത്തേക്ക് നീങ്ങുന്നു. അവിടെയുള്ള കോശങ്ങളിലെ ഹോർമോൺ റിസപ്റ്ററുമായി ഓക്സിൻ കൂടിച്ചേർന്ന് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് രൂപപ്പെടുകയും അതിൻ്റെ ഫലമായി കോശപ്രവർത്തനങ്ങളിൽ മാറ്റം വരികയും ചെയ്യുന്നുണ്ട്. ഇനി ലാസ്റ്റ് പിക്ചർ കണ്ടോ, നിഴൽ വശത്തെ കോശങ്ങൾ ദീർഘീകരിക്കുകയും കോശ ദീർഘീകരണം സംഭവിച്ച ഭാഗം മറുവശത്തേക്ക് വളയുകയും ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു വശത്തേക്ക് മാത്രം സൺലൈറ്റ് ലഭിക്കുമ്പോൾ ഓക്സിൻ എന്താ ചെയ്യുന്നത്, കാണ്ഡത്തിൻ്റെ എതിർ വശത്തേക്ക് നീങ്ങിയിട്ട് അവിടെയുള്ള ഹോർമോൺ റിസപ്റ്ററുമായി കൂടി ചേർന്നിട്ട് എന്താണ്, ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് രൂപപ്പെട്ടു. അതിൻ്റെ ഫലമായിട്ട് കോശപ്രവർത്തനങ്ങളിൽ മാറ്റം വന്നു. എന്ത് മാറ്റമാണ് വന്നത്, മൂന്നാമത്തെ പിക്ചറിൽ നോക്കൂ. നിഴൽ വശത്തെ കോശങ്ങൾ എന്താ ചെയ്യുന്നത്, ദീർഘീകരിച്ചു. നിഴൽ വശം എന്ന് പറയുമ്പോൾ ഏതാണ്, ഈ ഒരു വശം, ഓക്സിൻ അക്യുമുലേറ്റ് ചെയ്തിട്ടുള്ള വശം. ഓക്കെ, അപ്പോൾ നിഴൽ വശത്തെ കോശങ്ങൾ ദീർഘീകരിക്കുകയും കോശ ദീർഘീകരണം സംഭവിച്ച ഭാഗം എന്താ ചെയ്യുന്നത്, മറുവശത്തേക്ക് വളയുകയും ചെയ്തു അല്ലേ. ഈ ഒരു പിക്ചറിൽ ഒരു വളവ് കാണുന്നില്ലേ, നമുക്ക് ഈ ഒരു പിക്ചറിൽ നമുക്കൊരു വളവ് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഓക്സിൻ ആ ഒരു വളവ് അല്ലെങ്കിൽ ആ ഒരു സസ്യത്തിൻ്റെ വളർച്ചയെ എങ്ങനെയാണ് സ്വാധീനിച്ചതെന്നാണ് ഈ ഒരു പിക്ചറിൽ കാണുന്നത്. ഓക്സിൻ്റെ പ്രവർത്തനമാണ്. ഓക്കെ, ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇതാണ്, ഓക്സിനുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രകാശത്തിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള പ്രവണതയുണ്ട്. ഇനി നെക്സ്റ്റ് ഏരിയയിലോട്ട് വരാം. സസ്യ ഹോർമോണുകളും ധർമ്മവും. ഇവിടെ നമുക്ക് ഒരു ബോക്സിലാക്കി തന്നിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. അപ്പോൾ ഏറ്റവും ആദ്യം ഇവിടെ എന്താണ്, ഒരു വിത്ത് മുളയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ചിത്രമാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ വിത്തുകൾ മുളയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ഓരോ ഹോർമോണുകൾക്കുമുള്ള ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് വരെ അബ്സസിക് ആസിഡ് വിത്തുകളുടെ സുപ്താവസ്ഥ നിലനിർത്തുന്നു. അനുകൂല സാഹചര്യം ഉണ്ടാകുന്നത് വരെ എന്ത് ചെയ്യും, അബ്സസിക് ആസിഡാണ് വിത്തുകളുടെ സുപ്താവസ്ഥ നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഗിബറിലിൻ എന്ന് പറയുന്ന ഹോർമോൺ. ഗിബറിലിൻ എന്താ ചെയ്യുന്നത്, വിത്തുകളുടെ സുപ്താവസ്ഥ ഇല്ലാതാക്കുന്നു. വിത്തുകളുടെ സുപ്താവസ്ഥ ഇല്ലാതാക്കുന്ന ഹോർമോൺ ഏതാണ്, സസ്യ ഹോർമോൺ ഏതാണ്, ഗിബറിലിനുകളാണ്, ഗിബറിലിനുകൾ. ഇനി അടുത്തത് സൈറ്റോകിനിനുകൾ. ഓക്കെ, മുളയ്ക്കുന്ന വിത്തുകളിൽ കോശ വിഭജനത്തെയും വൈവിധ്യവൽക്കരണത്തെയും ഉത്തേജിപ്പിക്കുന്ന ഹോർമോണാണ് സൈറ്റോകിനിനുകൾ. ഓക്കെ, അപ്പോൾ ആ ഒരു 3 പോയിന്റുകളും ഓർത്ത് വെച്ചേക്കണം. ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, അബ്സസിക് ആസിഡ്, ഗിബർലിനുകൾ, സൈറ്റോകിനിനുകൾ. ഓക്കെ,
ഇനി അടുത്തത് പ്ലാന്റിൻ്റെ വളർച്ചയാണ് അടുത്തത്. അപ്പോൾ വളർച്ചയുടെ കേസിൽ എങ്ങനെയാണ് ഓക്സിനുകൾ ഹെൽപ്പ് ചെയ്യുന്നത്? വളർച്ചയുടെ സമയത്ത് ഓക്സിൻ എന്താ ചെയ്യുന്നത്? കാണ്ഡത്തിൻ്റെ നീളം കൂട്ടുകയും പാർശ്വമുകുള വളർച്ചയെ തടയുകയും ട്രോപ്പിക ചലനങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഓക്സിൻ്റെ ഡ്യൂട്ടിയാണ്, സസ്യം വളരുന്ന സമയത്ത് ഓക്സിൻ്റെ ഡ്യൂട്ടി എന്താണ്? കാണ്ഡത്തിൻ്റെ നീളം കൂട്ടുകയും പാർശ്വമുകുള വളർച്ചയെ തടയുകയും ട്രോപ്പിക ചലനങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഇനി സസ്യ വളർച്ചയുടെ സമയത്ത് ഗിബർലിനും അതുപോലെ സൈറ്റോകിനിനുകളും എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? കാണ്ഡങ്ങളിലും വേരുകളിലും കോശ വിഭജനത്തെ സഹായിക്കുന്നത് ഗിബർലിനും സൈറ്റോകിനിനുകളുമാണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അതൊക്കെ മാച്ച് ചെയ്യാൻ ചോദിക്കാം. ഇനി സൈറ്റോകിനിനുകൾ പാർശ്വമുകുള വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നു. ഇലകൾ പഴുക്കുന്നത് വൈകിപ്പിച്ച് പച്ചപ്പ് നിലനിർത്തുന്നു. സൈറ്റോകിനിനുകളാണ് എന്ത് ചെയ്യുന്നത്? ഇലകൾ പഴുക്കുന്നത് വൈകിപ്പിച്ച് പച്ചപ്പ് നിലനിർത്തുന്നു. അപ്പോൾ ഒരു പ്ലാന്റ് വളരുമ്പോൾ അതിൻ്റെ ഓരോ സ്റ്റേജിലും ഈ പറയുന്ന ഹോർമോണിൻ്റെ ഡ്യൂട്ടീസൊക്കെ എന്തൊക്കെയാണ്? ഇനി നോക്കിയേ, ഇവിടെ ആ ചെടി വളർന്ന് അതിൽ പൂക്കളും ഫലങ്ങളും കായ്കളും ഒക്കെ ഉണ്ടാവുകയാണ്. ആ സമയത്ത് ഓക്സിൻ്റെ ഡ്യൂട്ടി എന്താണ്? പൂക്കളുടെ ഉൽപാദനത്തെയും ഫല രൂപീകരണത്തെയും സ്വാധീനിക്കുക. ഗിബർലിനുകളാണെങ്കിലോ ഫലങ്ങളുടെയും വിത്തുകളുടെയും വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നു. സൈറ്റോകിനുകളാണെങ്കിലോ വളരുന്ന സസ്യഭാഗങ്ങളിലേക്കുള്ള പോഷക സംവഹനം പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പോൾ ഈ ഒരു പേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഭാഗത്ത് പറയുന്ന കാര്യങ്ങൾ ഓരോന്നും നമ്മൾ പഠിച്ചു വയ്ക്കണം. ഓരോ സ്റ്റേജസിലും പ്ലാന്റിൻ്റെ ഗ്രോത്തിൽ ഓരോ സ്റ്റേജസിലും ഈ പറയുന്ന ഹോർമോണിൻ്റെ ഡ്യൂട്ടീസ് നമ്മൾ വ്യക്തമായി അറിഞ്ഞിരിക്കണം. മാച്ച് ചെയ്യാനൊക്കെ നമ്മളോട് ചോദിക്കാം. ഇനി ക്ലോറോഫിൽ, പ്രോട്ടീനുകൾ, ന്യൂക്ലിക് ആസിഡുകൾ എന്നിവയുടെ ശിഥിലീകരണത്തിലൂടെ ഇല, പുഷ്പം, ഫലങ്ങൾ എന്നിവ പാകപ്പെടുത്തുന്നതിനും പഴുക്കുന്നതിനും സഹായിക്കുന്ന സസ്യ ഹോർമോണാണ് എത്തിലിൻ. ഇനി അടുത്തത് അബ്സസിക് ആസിഡ് സസ്യഭാഗങ്ങളുടെ വളർച്ച തടസ്സപ്പെടുത്തിക്കൊണ്ട് പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാൻ സസ്യങ്ങളെ സഹായിക്കുന്നു. എക്സാമ്പിളായിട്ട് തന്നിരിക്കുന്നത് എന്താണ്? പാകമായ ഇലകളും ഫലങ്ങളും ഒക്കെ പൊഴിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അബ്സസിക് ആസിഡാണ്. അപ്പോൾ ഇവിടെ കണ്ടോ, അബ്സസിക് ആസിഡ് ഓരോ ടേബിളിലും നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ സ്റ്റേജിലും ആ ഒരു അബ്സസിക് ആസിഡിൻ്റെ ഡ്യൂട്ടി എന്താണ്? ഇപ്പോൾ നോക്കിയാൽ ഒരു വിത്ത് വളരുന്ന കേസിൽ അബ്സസിക് ആസിഡിൻ്റെ ഡ്യൂട്ടി എന്താണ്? ഗിബർലിൻ്റെ ഡ്യൂട്ടി എന്താണ്? സൈറ്റോകിനുകളുടെ ഡ്യൂട്ടി എന്താണ്? ഇനി അടുത്തെന്ന് നോക്കിയേ, ആ സസ്യം വളരുന്ന സമയത്ത് ഓക്സിനുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, ഗിബർലിനും സൈറ്റോകിനുകളും എങ്ങനെ പ്രവർത്തിക്കുന്നു, അതൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നാലാണ് കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു ഭാഗം ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി പൂക്കളും ഫലങ്ങളും ഒക്കെ പാകമാവുമ്പോൾ ഈ സസ്യ ഹോർമോണുകളുടെ പ്രവർത്തനം ഏത് രീതിയിലാണ്? ഇനി ഇലകൾ, പൂക്കളും പഴങ്ങളും ഒക്കെ പൊഴിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഓരോ ഹോർമോണും പ്രവർത്തിക്കുന്നത്? അപ്പോൾ അത് മാറിപ്പോവാതെ തന്നെ നല്ല രീതിയിൽ പഠിച്ചു വയ്ക്കുക. എന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു മാർക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റുള്ളൂ. ഇനി സിന്തറ്റിക് സസ്യ ഹോർമോണുകളും അവയുടെ ഉപയോഗങ്ങളും. ഇപ്പം നമ്മൾ പറഞ്ഞത് പ്രകൃതിദത്ത സസ്യ ഹോർമോണുകളെ കുറിച്ചാണ്. ഈ ഓക്സിൻ, ഗിബർലിൻ, സൈറ്റോകിനിൻ, എഥിലിൻ, അബ്സസിക് ആസിഡ്, ഇതൊക്കെ എന്താണ്? പ്രകൃതിദത്ത സസ്യ ഹോർമോണുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ എന്താണ് ഈ സിന്തറ്റിക് സസ്യ ഹോർമോൺ എന്ന് പറയുന്നത്? നോക്കാം. പ്രകൃതിദത്ത സസ്യ ഹോർമോണുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. എന്നാൽ ഇവയുടെ രാസഘടന മനസ്സിലാക്കിക്കൊണ്ട് കൃത്രിമമായി ഇവയെ ഉൽപ്പാദിപ്പിക്കുകയും കാർഷിക മേഖലയിൽ വ്യാപകമായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. കൃത്രിമമായി ഉണ്ടാക്കുന്നതാണ്, അതാണ് സിന്തറ്റിക് എന്ന് പറഞ്ഞത്. സിന്തറ്റിക് സസ്യ ഹോർമോണുകൾ. ഓക്കെ, ഇനി കാർഷിക മേഖലയിൽ ഉപയോഗിക്കുന്ന സിന്തറ്റിക് സസ്യ ഹോർമോണുകളെ കുറിച്ചും അവയുടെ ഉപയോഗങ്ങളെ കുറിച്ചുമാണ് തന്നിരിക്കുന്നത്. സിന്തറ്റിക് ഓക്സിൻ ആണെങ്കിൽ തണ്ടിൽ വേര് മുളപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നു, കളനാശിനിയായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. ഒരു എക്സാമ്പിൾ തന്നേക്കുന്നുണ്ടോ? 2,4-D എന്ന് പറയുമ്പോൾ 2,4-ഡൈക്ലോറോ അസറ്റിക് ആസിഡ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. കളനാശിനിയായിട്ട് ഉപയോഗിക്കുന്നതാണ്. തണ്ടിൽ വേര് മുളപ്പിക്കാനായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? സിന്തറ്റിക് ഓക്സിനുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി സിന്തറ്റിക് ഗിബർലിൻ ആണെങ്കിലോ ഈ മുന്തിരിച്ചെടികളിൽ കായ്കളുടെ വലിപ്പം കൂട്ടാനും കരിമ്പിൻ്റെ കാണ്ഡ ദീർഘീകരണത്തിനുമൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇനി സിന്തറ്റിക് എഥിലിൻ ഉണ്ട്. എന്താണ്? ഫലങ്ങൾ പാകപ്പെടുത്തി ഒരേ സമയം വിളവെടുക്കാൻ കാർഷിക മേഖലയിൽ എഥിലിൻ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അതുപോലെ വാഴപ്പഴം, തക്കാളി എന്നിവയൊക്കെ ഒരേ സമയം പഴുപ്പിക്കാനായിട്ടും എഥിലിൻ ഉപയോഗിക്കുന്നുണ്ട്. ഈ ബോക്സിൽ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞത്? സിന്തറ്റിക് ആയിട്ടുള്ള സസ്യ ഹോർമോണുകളും അവയുടെ ഉപയോഗങ്ങളെ കുറിച്ചുമാണ് പറഞ്ഞത്. ഇനി പൂവിടലിന് പിന്നിൽ നോക്കാം ഈ ഭാഗം. ഹോർമോണുകൾക്കുപരിയായി പൂവിടൽ പ്രക്രിയകൾക്ക് ചില പ്രോട്ടീനുകളും ദിനരാത്രങ്ങളുടെ ദൈർഘ്യവും മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. നോക്കാം. ജന്തുക്കളിൽ എന്ന പോലെ സസ്യ വളർച്ചയുടെയും നിർണായക ഘട്ടമാണ് പ്രത്യുൽപാദനം.
അത് പൂക്കൾ ഉണ്ടാകുന്നതോടെ ആരംഭിക്കുന്നു. പൂക്കളുടെ ഉൽപാദനം ദിനരാത്രങ്ങളുടെ ദൈർഘ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സസ്യങ്ങളുടെ ഈ പ്രതികരണമാണ് ഫോട്ടോപീരിയോഡിസം. അതിനെ അടിസ്ഥാനമാക്കിയാണ് പൂവിടൽ കാലം, പരാഗണം, വിത്ത് രൂപീകരണം തുടങ്ങിയ ഘട്ടങ്ങൾ സസ്യങ്ങൾ ക്രമീകരിക്കുന്നത്. ഫോട്ടോപീരിയോഡിസത്തിൽ പ്രകാശഗ്രാഹി വർണ്ണകമായ ഫൈറ്റോക്രോം മുഖ്യ പങ്ക് വഹിക്കുന്നു. എന്താണ് ഫൈറ്റോക്രോം? പ്രകാശഗ്രാഹി വർണ്ണമാണ് ഫൈറ്റോക്രോം. കാണ്ഡത്തിന്റെ അഗ്രത്തുള്ള പൂർണ്ണമായും വിരിഞ്ഞ ഇലകളിലാണ് ഫൈറ്റോക്രോം ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേരുകളിലും അതുപോലെ തളിരിലകളിലും ഒക്കെയാണ് സസ്യങ്ങളിൽ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന്. കാണ്ഡത്തിന്റെ അഗ്രത്തിലുള്ള പൂർണ്ണമായും വിരിഞ്ഞ ഇലകളിലാണ് ഈ പ്രകാശഗ്രാഹി വർണ്ണമായിട്ടുള്ള ഫൈറ്റോക്രോം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഈ ഇലകൾ ഫൈറ്റോക്രോമിന്റെ സഹായത്താൽ ദിനരാത്രങ്ങളുടെ ദൈർഘ്യം തിരിച്ചറിയുകയും പൂവിടാനുള്ള ഉദ്ദീപനം കാണ്ഡത്തിലെ അഗ്രമെരിസ്റ്റത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. അതനുസരിച്ച് പൂക്കളുടെ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്ന ജീനുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ് ചെടികളിൽ ചെയ്യുന്നത്. ഫോട്ടോപീരിയോഡിസം ആണ് എന്ത്? ഈ സസ്യങ്ങളിലെ പൂവിടലുമൊക്കെയായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സസ്യങ്ങളുടെ പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ടേമാണ് ഫോട്ടോപീരിയോഡിസം. ഓക്കെ, ദിനരാത്രങ്ങളുടെ ദൈർഘ്യവുമായാണ് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത്. സസ്യങ്ങളിലെ ഈ ഒരു ദിനരാത്ര ദൈർഘ്യവുമായി ബന്ധപ്പെട്ട പ്രതികരണമാണ് ഫോട്ടോപീരിയോഡിസവുമായി ബന്ധപ്പെട്ട പ്രകാശഗ്രാഹി വർണ്ണകമാണ് ഏത്? ഫൈറ്റോക്രോം എവിടെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? കാണ്ഡത്തിന്റെ അഗ്രത്തുള്ള പൂർണ്ണമായും വിരിഞ്ഞ ഇലകളിലാണ് ഫൈറ്റോക്രോം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഓക്കെ, ഇനി മെറ്റബോളിസം നിയന്ത്രണം. ഓക്കെ, കൺട്രോൾ ഓഫ് മെറ്റബോളിസം നോക്കാം. മെറ്റബോളിസം ശരീര വളർച്ച. എന്താണ് മെറ്റബോളിസം? ഉപാപചയ പ്രവർത്തനങ്ങളാണ്. മെറ്റബോളിസം ശരീര വളർച്ച, വികാസം എന്നിവയെ നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി. നമ്മൾ പറഞ്ഞു തൈറോയ്ഡ് ഗ്രന്ഥിയിൽ 2 തരം കോശങ്ങളാണുള്ളത്. തൈറോയ്ഡ് ഗ്രന്ഥിയിൽ 2 തരം കോശങ്ങളുണ്ട്. ഏതൊക്കെ കോശങ്ങളാണ്? ഫോളിക്കുലാർ കോശങ്ങളും പാരാഫോളിക്കുലാർ കോശങ്ങളും. ഓക്കെ, അപ്പോൾ മെറ്റബോളിക് ആക്ടിവിറ്റി, നമ്മുടെ ബോഡിയിലെ മെറ്റബോളിക് ആക്ടിവിറ്റീസ്, ബോഡി ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ്, ഇതൊക്കെയായി ബന്ധപ്പെട്ട് പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി. തൈറോയ്ഡ് ഗ്രന്ഥിയിൽ 2 തരം കോശങ്ങളുണ്ട്. ഈ ഒരു പോയിന്റ് നമുക്ക് ഓൾഡ് SCERT ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ 2 തരം കോശങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഫോളിക്കുലാർ കോശങ്ങളും പാരാഫോളിക്കുലാർ കോശങ്ങളും. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഫോളിക്കുലാർ കോശങ്ങളും പാരാഫോളിക്കുലാർ കോശങ്ങളും കാണപ്പെടുന്നത് എവിടെ? തൈറോയ്ഡ് ഗ്രന്ഥിയിലാണ്. ഫോളിക്കുലാർ കോശങ്ങൾ തൈറോക്സിൻ. അപ്പോൾ നമ്മൾ അവിടെ പഠിച്ചത് എന്താ? ഓൾഡ് SCERTയിൽ തൈറോയ്ഡ് ഗ്രന്ഥികൾ 2 ഹോർമോണുകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഏതാണ്? തൈറോക്സിനും അതുപോലെ കാൽസിട്ടോണിനും ആണ് എന്നുള്ള പോയിന്റാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇവിടെ ഈ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കോശങ്ങളെ എടുത്തു പറയുന്നുണ്ട്, പ്രത്യേകം പഠിക്കണം. ഫോളിക്കുലാർ കോശങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്? തൈറോക്സിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. പാരാഫോളിക്കുലാർ കോശങ്ങളാണ് കാൽസിട്ടോണിൻ എന്ന ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഓർത്ത് വെച്ചേക്കണം. ഇനി ഇവിടെ നമുക്ക് അതിൻ്റെ ഇമേജ് തന്നിട്ടുണ്ട്. ഫോളിക്കുലാർ കോശങ്ങളുണ്ട്, പാരാഫോളിക്കുലാർ കോശങ്ങളുണ്ട്. ഓക്കെ, നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ സ്ഥാനം എവിടെയാണെന്നും കൂടി തന്നിട്ടുണ്ട്. സ്വനപേടകത്തിൻ്റെ താഴെയായി ശ്വാസനാളത്തിന് തൊട്ട് മുകളിലായിട്ടാണ് തൈറോയ്ഡ് ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത്. തൈറോയ്ഡ് ഗ്രന്ഥിയിൽ 2 ടൈപ്പ് കോശങ്ങളുണ്ട്. ഫോളിക്കുലാർ കോശങ്ങളും പാരാഫോളിക്കുലാർ കോശങ്ങളും. ഇതിൽ ഈ ഫോളിക്കുലാർ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? ഇവിടെ തന്നിട്ടുണ്ട്. തൈറോക്സിൻ എന്ന ഹോർമോണാണ് ഫോളിക്കുലാർ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. പാരാഫോളിക്കുലാർ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് കാൽസിട്ടോണിൻ. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കണം. ഇനി അടുത്തൊരു ഭാഗം, ഇതിൻ്റെ ഡ്യൂട്ടീസ് ആണ് തന്നിരിക്കുന്നത്. തൈറോയ്ഡ് ഗ്രന്ഥിയിൽ 2 ഹോർമോണുകളായിട്ടുള്ള തൈറോക്സിൻ്റെയും കാൽസിട്ടോണിൻ്റെയും ധർമ്മങ്ങളാണ് നോക്കുന്നത്. ഏറ്റവും ആദ്യം തൈറോക്സിൻ. ഫോളിക്കുലാർ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന തൈറോക്സിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെ? മെറ്റബോളിസത്തെയും ശരീര ഊഷ്മാവിനെയും നിയന്ത്രിക്കുന്നു. നവജാത ശിശുക്കളുടെയും കുട്ടികളുടെയും മസ്തിഷ്കം വികസിപ്പിക്കുന്നു. ഹൃദയം, ത്വക്ക്, പ്രത്യുൽപാദന വ്യവസ്ഥ തുടങ്ങിയവയുടെ ആരോഗ്യം നിലനിർത്തുന്നതിനും തൈറോക്സിൻ എന്ന ഹോർമോൺ അത്യന്താപേക്ഷിതമാണ്. ഇനി കാൽസിട്ടോണിനെ കുറിച്ച് നോക്കാം. കാൽസിട്ടോണിൻ നമുക്കറിയാം, രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ അളവ് എന്ന് പറയുമ്പോൾ 9 to 11 mg/100 ml ആണെന്നുള്ളത് അറിയാം. അപ്പോൾ ഈ ഒരു അളവിനേക്കാൾ കൂടുതലുണ്ടെങ്കിൽ, അതായത് രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിക്കുമ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് കാൽസിട്ടോണിൻ. ഓൾഡ് SCERT നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഹോർമോണാണ് ഈ കാൽസിട്ടോണിൻ. മറ്റൊരു ഹോർമോണിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. എന്താണ്? കാൽസ്യത്തിൻ്റെ അളവ് കുറയുമ്പോൾ പാരാതൈറോയ്ഡ് ഗ്രന്ഥി
ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോൺ അതേതാണ്? അത് പാരാതെർമോണാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോണുകളെ കുറിച്ച് പറഞ്ഞു. ഏതാണ്? തൈറോക്സിനും കാൽസിറ്റോണിനും. തൈറോക്സിൻ എന്ന് പറയുമ്പോൾ മെറ്റബോളിസത്തെയും ശരീര ഊഷ്മാവിനെയും നിയന്ത്രിക്കുകയും നവജാത ശിശുക്കളുടെയും കുട്ടികളുടെയും മസ്തിഷ്കം വികസിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതും ഹൃദയം, ത്വക്ക്, പ്രത്യുൽപാദന വ്യവസ്ഥ തുടങ്ങിയവയുടെ ആരോഗ്യം നിലനിർത്തുന്നതും തൈറോക്സിൻ്റെ ഡ്യൂട്ടിയാണ്. കാൽസിറ്റോണിനാണെങ്കിലോ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയ്ക്കുന്നു. ഇവിടെ പറഞ്ഞ 2 പോയിന്റ് കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. തൈറോക്സിൻ ഫോളിക്കുലാർ കോശങ്ങളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതുപോലെ പാരാഫോളിക്കുലാർ കോശങ്ങൾ കാൽസിറ്റോണിൻ എന്ന ഹോർമോണിനെയും ഉൽപ്പാദിപ്പിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ്. ഇനി തൈറോക്സിൻ്റെ ഉൽപ്പാദനത്തിലെ ഏറ്റക്കുറച്ചിൽ, ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിലെ തകരാർ എന്നിവ രോഗാവസ്ഥയിലേക്ക് നയിക്കും. ഇനി നോക്കിയേ, ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പോ തൈറോയിഡിസം, ഗോയിറ്റർ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി CRTയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നുകൂടെ റിവിഷൻ ചെയ്യാം. ഹൈപ്പർ തൈറോയിഡിസം എന്താണ്? ഹൈപ്പർ എന്ന് പറയുമ്പോൾ ഉൽപ്പാദനം കൂടുകയാണ്, തൈറോക്സിൻ്റെ ഉൽപ്പാദനം കൂടുന്നു. അപ്പോഴോ മെറ്റബോളിസത്തിൻ്റെ നിരക്ക് കൂടും, ഭാരക്കുറവ്, ഹൃദയമിടിപ്പ് കൂടുന്നു, അമിതമായ വിയർപ്പ്, ഉത്കണ്ഠ, ഇതെല്ലാം ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പോ കുറയുന്നു, തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്നു, മെറ്റബോളിസം കുറയുന്നു, ശരീരഭാരം കൂടുന്നു. ഇത് കണ്ടോ ഇവിടെ ഹൈപ്പർ തൈറോയിഡിസം ആണെങ്കിൽ നമ്മുടെ ശരീരം മെലിയാണ് ചെയ്യുക, ഭാരക്കുറവാണ് അനുഭവപ്പെടുക. എന്നാൽ ഹൈപ്പോ തൈറോയിഡിസം ആണെങ്കിൽ ശരീരഭാരം കൂടുന്നു. പെട്ടെന്ന് തടിയൊക്കെ വയ്ക്കുന്നുണ്ടെങ്കിൽ തൈറോയിഡിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ നമ്മളോട് ആളുകൾ ചോദിക്കാറില്ലേ? ഓക്കെ, അപ്പോൾ മെറ്റബോളിസം കുറയുകയും ശരീരഭാരം കൂടുകയും ഹൃദയമിടിപ്പ് കുറയുക, ക്ഷീണം, തണുപ്പ് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ, ഇതൊക്കെ ഹൈപ്പോ തൈറോയിഡിസവുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങളാണ്. ഇനി ഗോയിറ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തൈറോയ്ഡ് ഗ്രന്ഥിക്കുണ്ടാവുന്ന നിരവധി തകരാറുകൾ, അയഡിൻ്റെ അപര്യാപ്തത, ഇതൊക്കെ ഗോയിറ്ററിന് കാരണമാണ്. കഴുത്തിലുണ്ടാവുന്ന വീക്കം, ഭക്ഷണം വിഴുങ്ങാൻ ബുദ്ധിമുട്ട്, ഇതൊക്കെ ഗോയിറ്ററിൻ്റെ ലക്ഷണങ്ങൾ കൂടിയാണ്. ഇനി രക്തത്തിലെ കാൽസ്യത്തിൻ്റെ ക്രമീകരണം നമ്മൾ പഠിച്ചു. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ തോത് 9 to 11 mg/100 ml അല്ലെങ്കിൽ ഡെസിലിറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. ഈ അളവ് നിയന്ത്രിക്കുന്നത് എങ്ങനെയാണ്? ഈ ഒരു നോർമൽ ആയിട്ടുള്ള അളവ് എങ്ങനെയാണ് നിയന്ത്രിക്കപ്പെടുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന കാൽസിറ്റോണിനും തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പാരാതൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പാരാതോർമോണും ചേർന്നാണ് ഇത് സാധ്യമാകുന്നത്. നിങ്ങൾക്കറിയാലോ, ഓൾഡ് CRT കണ്ടിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ പാരാതൈറോയ്ഡ് ഗ്രന്ഥിയുടെ സ്ഥാനമാണ് നമുക്ക് തന്നിരിക്കുന്നത്. പാരാതൈറോയ്ഡ് ഗ്രന്ഥി എവിടെയാണ്? പാരാതൈറോയ്ഡ് ഗ്രന്ഥി കാണപ്പെടുന്നത് ഇവിടെ നമ്മൾ വായിച്ചു. എവിടെയാണ്? തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പാരാതൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പാരാതെർമോണും അതുപോലെ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന കാൽസിറ്റോണിനും ചേർന്നാണ് രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ തോതായിട്ടുള്ള 9 to 11 mg/dL എന്ന തോത് നിലനിർത്തുന്നത്. അപ്പോൾ എങ്ങനെയാണ്? ഇവിടെ തന്നിട്ടുണ്ട്. ഓൾഡ് CRT നമ്മൾ പഠിച്ച അതേ കാര്യം തന്നെയാണ്. ഇവിടെ കണ്ടോ, രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കൂടുകയാണ്. രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് 9 to 11 mg/100 ml എന്നുള്ള ആ ഒരു തോത് കൂടുമ്പോൾ അവിടെ ആരാണ് റിയാക്ട് ചെയ്യുന്നത്? കാൽസിറ്റോണിൻ റിയാക്ട് ചെയ്യുന്നു. കാൽസിറ്റോണിൻ റിയാക്ട് ചെയ്തിട്ട് കാൽസ്യത്തിൻ്റെയും ഫോസ്ഫേറ്റിൻ്റെയും രക്തത്തിലേക്കുള്ള പുനരാകിരണം തടസ്സപ്പെടുത്തുന്നു. രക്തത്തിലേക്കുള്ള കാൽസ്യത്തിൻ്റെ ആകിരണം കുറയുന്നു. അതുപോലെ അസ്ഥിയിൽ നിന്ന് കാൽസ്യം, ഫോസ്ഫേറ്റ് എന്നിവ രക്തത്തിൽ കലരുന്ന പ്രവർത്തനം തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കൂടുമ്പോൾ കാൽസിറ്റോണിൻ റിയാക്ട് ചെയ്തിട്ട് കാൽസ്യത്തിൻ്റെയും ഫോസ്ഫേറ്റിൻ്റെയും പുനരാകിരണം തടസ്സപ്പെടുത്തും. അതുപോലെ രക്തത്തിലേക്കുള്ള കാൽസ്യത്തിൻ്റെ ആകിരണം കുറയ്ക്കുന്നു. അസ്ഥിയിൽ നിന്ന് കാൽസ്യം, ഫോസ്ഫേറ്റ് എന്നിവ രക്തത്തിലേക്ക് കലരുന്ന പ്രവർത്തനം തടയുകയും ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എന്തായി? കാൽസ്യത്തിൻ്റെ അളവ് നോർമലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മുടെ ബ്ലഡിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയുകയാണ്. 9 to 11 mg/100 ml എന്നുള്ള തോത് കുറയുമ്പോൾ ആക്റ്റീവ് ആകും? രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയുമ്പോൾ പാരാതൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പാരാതോർമോൺ എന്ന ഹോർമോണാണ് റിയാക്ട് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ പാരാതോർമോൺ റിയാക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുക? കാൽസ്യം, ഫോസ്ഫേറ്റ് എന്നിവയുടെ രക്തത്തിലേക്കുള്ള ആകിരണം ത്വരിതപ്പെടുത്തുന്നു. പിന്നെയോ രക്തത്തിലേക്കുള്ള കാൽസ്യത്തിൻ്റെ ആകിരണത്തെ ത്വരിതപ്പെടുത്തുന്നു. അസ്ഥിയിൽ നിന്ന് കാൽസ്യം, ഫോസ്ഫേറ്റ് എന്നിവ രക്തത്തിൽ കലരുന്ന പ്രവർത്തനം ഉത്തേജിപ്പിക്കുന്നു. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ബ്ലഡിൽ ഓട്ടോമാറ്റിക്കായിട്ട് കാൽസ്യത്തിൻ്റെ അളവ് നോർമലിലേക്ക് വരും അല്ലേ? കുറഞ്ഞതിൽ നിന്ന് നോർമൽ ലെവലിലേക്ക് വരും. കൂടുകയാണെങ്കിൽ ആര് ആക്റ്റീവ് ആവും? കാൽസിറ്റോണിൻ ആക്റ്റീവ് ആവും. കുറയുകയാണെങ്കിലോ പാരാതോർമോൺ ആക്റ്റീവ് ആവും. അപ്പോൾ ഓരോരുത്തരും ചെയ്യുന്ന എങ്ങനെയാണ് നോർമലൈസ്ഡ് ലെവലിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക.
ഇനി രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ ക്രമീകരണം. അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ ക്രമീകരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാം. ആരോഗ്യമുള്ള വ്യക്തികളിൽ ഫാസ്റ്റിംഗ് ഫുഡ് ഗ്ലൂക്കോസിൻ്റെ അളവ് 70 to 100 mg/dL ആണ്. ഓക്കെ, ആരോഗ്യമുള്ള വ്യക്തിയിൽ ഫാസ്റ്റിംഗ് ഫുഡ് ഭക്ഷണത്തിന് മുൻപ് നമ്മൾ ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 70 to 100 mg/dL എന്ന ആ ഒരു ലെവലായിരിക്കും കാണുന്നത്. ഇനി ഭക്ഷണം കഴിച്ച് 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ ലെവൽ 140 mg/dL താഴെ ആയിരിക്കണം. ഇതാണ് നോർമൽ വാല്യൂ. 3 മാസത്തെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ ശരാശരി അളവ് HbA1c പരിശോധന വഴി അളക്കുമ്പോൾ 5.7% താഴെയാണെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ സാധാരണ നിലയായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. പാൻക്രിയാസിൻ്റെ ഘടന നോക്കാം. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. പാൻക്രിയാസിൻ്റെ സ്ഥാനവും ദഹന പ്രക്രിയയിൽ അത് നിർവഹിക്കുന്ന ധർമ്മവും നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇനി ഹോർമോൺ ഉൽപാദനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പാൻക്രിയാസിലെ ഒരു കൂട്ടം കോശങ്ങളാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. എന്താണ്? ഹോർമോൺ ഉൽപാദനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പാൻക്രിയാസിലെ ഒരു കൂട്ടം കോശങ്ങളാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചപ്പോൾ പറഞ്ഞതാണ്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് PSC ഒരുപാട് തവണ ആവർത്തിച്ച ചോദ്യമാണ്. അപ്പോൾ എന്താണ്? ഹോർമോൺ ഉൽപാദനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പാൻക്രിയാസിലെ ഒരു കൂട്ടം കോശങ്ങളെയാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്നറിയപ്പെടുന്നത്. ഇത് ഒരു കൂട്ടം കോശങ്ങളാണെന്ന് പറഞ്ഞു. അതായത് 2 തരം കോശങ്ങളാണ് ഇതിലുള്ളത്. ആൽഫ കോശങ്ങളും ബീറ്റ കോശങ്ങളും. ആൽഫ കോശങ്ങളും ഉണ്ട്, ബീറ്റ കോശങ്ങളും ഉണ്ട്. ഇതിൽ ആൽഫ കോശങ്ങൾ എന്താ ചെയ്യുന്നത്? ഗ്ലൂക്കഗോൺ എന്ന ഹോർമോണും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോൺ എന്ന ഹോർമോണും ബീറ്റ കോശങ്ങൾ ഇൻസുലിൻ എന്ന ഹോർമോണും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എന്തിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്? പാൻക്രിയാസിനെ കുറിച്ചാണ്. ഹോർമോൺ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പാൻക്രിയാസിലെ ഒരു കൂട്ടം കോശങ്ങളെയാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്നറിയപ്പെടുന്നത്. ഈ ഒരു കൂട്ടം കോശങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ 2 ടൈപ്പ് കോശങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ആൽഫ കോശങ്ങളും ബീറ്റ കോശങ്ങളും. ബീറ്റ കോശങ്ങൾ ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോൺ എന്ന ഹോർമോണും ഉൽപ്പാദിപ്പിക്കുന്നു. ഇനി ഇൻസുലിനും ഗ്ലൂക്കഗോണും എപ്രകാരമാണ് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ ക്രമീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് നോക്കിക്കോളൂ. അപ്പോൾ സാധാരണ ഗ്ലൂക്കോസ് നില നമ്മുടെ ബോഡിയിൽ സാധാരണ ഗ്ലൂക്കോസ് നില 70 to 100 mg/dL ആണ്. അപ്പോൾ ആ ഒരു 70 to 100 mg/dL എന്ന് പറയുന്ന ആ ഒരു അളവിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങൾ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യും. പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങളാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മളോട് പറഞ്ഞു. പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങളാണ് എന്ത് ചെയ്യുന്നത്? ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോൺ എന്ന ഹോർമോണാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ബീറ്റ കോശങ്ങളാണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കിയേ, ഇവിടെ നമ്മുടെ ബോഡിയിൽ ഗ്ലൂക്കോസിൻ്റെ നില കൂടുകയാണെങ്കിൽ 70 to 100 mg/dL എന്ന തോതിൽ കൂടിയിട്ടുണ്ടെങ്കിൽ പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങൾ എന്ത് ചെയ്യും? ഇവിടെ കണ്ടോ, ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ അത് കലകളിൽ എങ്ങനെയാണ് ഇൻസുലിൻ വർക്ക് ചെയ്യുന്നത്? കോശത്തിലേക്കുള്ള ഗ്ലൂക്കോസിൻ്റെ പ്രവേശനം ത്വരിതപ്പെടുത്തുകയും ഇനി ഇവിടെ വരുമ്പോൾ കരളിലേക്ക് വരുമ്പോഴോ അവിടെ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി കരളിൽ സംഭരിച്ചു വെക്കുകയും ചെയ്യുന്നുണ്ട്. ഗ്ലൈക്കോജനാക്കി കരളിൽ സംഭരിച്ചു വെക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയും അല്ലേ? നമ്മുടെ ബ്ലഡിൽ ഇപ്പോൾ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടി നിൽക്കുകയാണ്. ആ സമയത്താണ് പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങൾ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കിയിട്ട് കരളിൽ സംഭരിച്ചു വെക്കും. കൂടാതെ കലകളിൽ എങ്ങനെയാണ് ഇൻസുലിൻ പ്രവർത്തിക്കുന്നത്? കോശത്തിലേക്കുള്ള ഗ്ലൂക്കോസിന്റെ പ്രവേശനം ത്വരിതപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കുറയും. ഓക്കെ, പിന്നെ ആ ഒരു കുറഞ്ഞ് നോർമലിലേക്ക് വരും. ഇനി ഈ നോർമലിൽ നിന്നും കുറയുകയാണ് എന്താ സംഭവിക്കുക? അതായത് 70 to 100 mg/dL എന്ന സാധാരണ ഗ്ലൂക്കോസ് നിലയിൽ നിന്നും നമ്മുടെ ബോഡിയിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുകയാണെങ്കിൽ പാൻക്രിയാസിലെ ആൽഫ കോശങ്ങൾ, അതായത് ഐലറ്റ് ഓഫ് ലാംഗർഹാൻസിലെ ആൽഫ കോശങ്ങൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഗ്ലൂക്കഗോൺ പ്രൊഡ്യൂസ് ചെയ്യും. ഗ്ലൂക്കഗോൺ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കരളിൽ അത് എങ്ങനെ പ്രവർത്തിക്കും? നേരത്തെ നമ്മൾ എന്താക്കി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്?
ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്ലൂക്കോഗോൺ പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റും. അത്തരത്തിൽ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുകയും അതുവഴി നോർമലൈസ് ലെവലിലേക്ക് വരികയും ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന കോശ സമൂഹത്തിലെ 2 തരം കോശങ്ങളാണ് ആൽഫ കോശങ്ങളും ബീറ്റാ കോശങ്ങളും. ആൽഫ കോശങ്ങൾ ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ബീറ്റാ കോശങ്ങൾ ഇൻസുലിൻ എന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ബോഡിയിലെ സാധാരണ ഗ്ലൂക്കോസ് നില 70 to 100 mg/dL ആണ്. അതിൽ നിന്ന് കൂടുകയാണെങ്കിൽ അവിടെ വർക്കൗട്ട് ചെയ്യുന്നത് ഇൻസുലിനും, അതുപോലെ കുറയുകയാണെങ്കിൽ അവിടെ വർക്കൗട്ട് ചെയ്യുന്നത് ഗ്ലൂക്കഗോണും ആണ്. ഇത്തരം കാര്യങ്ങൾ ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി ഈ ഒരു സംഭവം നിങ്ങളായിട്ട് തന്നെ ഫില്ല് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഗ്ലൂക്കോസ് ക്രമീകരണം, അളവ് കൂടുമ്പോൾ എങ്ങനെയാണ്, അളവ് കുറയുമ്പോൾ എങ്ങനെയാണ്, ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ഏതാണ്, അത് ഏത് കോശത്തിൽ നിന്നാണ് എന്നുള്ള രീതിയിൽ നമ്മളത് ഫില്ല് ചെയ്യുക. ഇനി രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് ശരാശരിയിൽ നിന്ന് ഉയരുന്ന രോഗാവസ്ഥയാണ് പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസ് മെലിറ്റസ്. രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് ശരാശരിയിൽ നിന്ന് ഉയരുന്ന അവസ്ഥയാണ് പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസ് മെലിറ്റസ്. എന്തൊക്കെയാണ് അതിൻ്റെ സിംറ്റംസ്? അമിതദാഹം, വിശപ്പ്, കൂടെയുള്ള മൂത്രമൊഴിക്കൽ, ശരീരഭാരം കുറയൽ, ക്ഷീണം എന്നിവ ഡയബറ്റീസ് മെലിറ്റസിൻ്റെ ലക്ഷണങ്ങളാണ്. ഓക്കെ, ഡയബറ്റീസ് മെലിറ്റസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും? ശരീരഭാരം മെലിയും, ശരീരഭാരം കുറയും. അങ്ങനെ കണക്ട് ചെയ്യാം കേട്ടോ. ഡയബറ്റീസ് മെലിറ്റസ്, ശരീരഭാരം കുറയും. അമിതദാഹം, വിശപ്പ്, കൂടെയുള്ള മൂത്രമൊഴിക്കൽ, ക്ഷീണം, ശരീരഭാരം കുറയൽ എന്നിവയൊക്കെ അതിൻ്റെ ലക്ഷണങ്ങളാണ്. പ്രമേഹ രോഗികളുടെ എണ്ണം ലോകവ്യാപകമായി വർദ്ധിച്ചു വരുന്നുണ്ട്. അവഗണിച്ചാൽ ഹൃദ്രോഗം, സ്ട്രോക്ക്, വൃക്കരോഗങ്ങൾ, കാഴ്ചാ പ്രശ്നങ്ങൾ തുടങ്ങിയവ ഉണ്ടാവുകയും ചെയ്യും. പ്രമേഹം 2 തരത്തിൽ കാണപ്പെടുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻസുലിൻ ഉൽപ്പാദനത്തിലെ ഏറ്റക്കുറച്ചിലുകൾ, ഭക്ഷണ നിയന്ത്രണമില്ലായ്മ, ഇൻസുലിൻ്റെ പ്രവർത്തനക്ഷമത കുറയൽ തുടങ്ങിയ കാരണത്താൽ ഉണ്ടാകുന്ന പ്രമേഹമാണ് ടൈപ്പ് 2 പ്രമേഹം. ബീറ്റാ കോശങ്ങൾ നശിക്കുന്നത് മൂലം ഇൻസുലിൻ ഉൽപ്പാദനശേഷി ഇല്ലാതാകുന്ന അവസ്ഥയാണ് ടൈപ്പ് 1 പ്രമേഹം. അപ്പോൾ ഈ ടൈപ്പ് 2 പ്രമേഹമാണ് ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രമേഹം. ടൈപ്പ് 2 പ്രമേഹം ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാൽ ടൈപ്പ് 1 എന്ന് പറയുമ്പോൾ ബീറ്റാ കോശങ്ങൾ നശിക്കുന്നത് മൂലം ഇൻസുലിൻ്റെ ഉൽപ്പാദനശേഷി ഇല്ലാതാകുന്ന പാർഷ്യലായിട്ടോ അല്ലെങ്കിൽ ഫുള്ളി ആയിട്ടോ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ ഇല്ലാതാവുന്ന അവസ്ഥയാണ് ടൈപ്പ് 1 പ്രമേഹം എന്ന് പറയുന്നത്. രോഗം വരാതിരിക്കാനുള്ള മുൻകരുതൽ സ്വീകരിക്കുകയും അതിനനുസരിച്ച് ജീവിതശൈലിയിൽ മാറ്റം വരുത്തുകയും പ്രമേഹ രോഗാവസ്ഥ നേരത്തെ തിരിച്ചറിയുകയും ചെയ്യേണ്ടത് ആരോഗ്യ പരിപാലനത്തിൽ നിർണായകമാണ്. ഇനി ഇവിടെ കണ്ടോ, അനാരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം, വ്യായാമക്കുറവ് എന്നിവ കുട്ടികളിൽ ടൈപ്പ് 2 പ്രമേഹം വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു. കുട്ടികളിലാണ് മെജോറിറ്റിയും എന്ത് കാണുന്നത്? ടൈപ്പ് 2 പ്രമേഹം കാണുന്നത്. പിന്നെ വരുന്നത്, ഈ പ്രമേഹ രോഗത്തെ നിയന്ത്രിച്ചില്ലെങ്കിൽ നമുക്ക് എന്തുണ്ടാവും? നമ്മൾ പറഞ്ഞില്ലായിരുന്നു കഴിഞ്ഞ ചാപ്റ്ററിൽ ഡയബറ്റിക് റെറ്റിനോപ്പതി, നെഫ്രോപ്പതി, പ്രമേഹത്തിൻ്റെ പ്രതിരോധ ചികിത്സ, അതൊക്കെ എന്തൊക്കെയാണെന്ന് കുട്ടികളോട് നോട്ട് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത് പ്രമേഹവുമായി ബന്ധപ്പെട്ട് കണ്ണിനെ ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. ഇനി അടുത്തത് അടിയന്തര ഘട്ടങ്ങളെ തരണം ചെയ്യൽ. നോക്കിക്കോളൂ. അടിയന്തര ഘട്ടങ്ങളിൽ സിമ്പതറ്റിക് വ്യവസ്ഥയുടെ പ്രവർത്തനം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ സിമ്പതറ്റിക് വ്യവസ്ഥയോടൊപ്പം ചേർന്ന് അന്തസ്രാവി വ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ള അഡ്രിനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ചില ഹോർമോണുകളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു അടിയന്തര സാഹചര്യം വരുമ്പോൾ അഡ്രിനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ചില ഹോർമോണുകളാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇനി അഡ്രിനൽ ഗ്രന്ഥിയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓൾറെഡി പഠിച്ചതാണ്. അഡ്രിനൽ ഗ്രന്ഥിയുടെ ആന്തരഭാഗമാണ് മെഡുല്ല. ആ മെഡുല്ല എന്ത് ചെയ്യുന്നുണ്ട്? എപ്പിനെഫ്രിൻ, നോർ എപ്പിനെഫ്രിൻ എന്നീ ഹോർമോണുകളെ സ്രവിക്കുന്നുണ്ട്. ഹൃദയമിടിപ്പ്, രക്തസമ്മർദ്ദം വർദ്ധിക്കുക, രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂട്ടുക, ഹൃദയം, പേശികൾ എന്നിവയിലേക്കുള്ള രക്തപ്രവാഹം കൂട്ടുക, ത്വക്കിലേക്കും ദഹന അവയവങ്ങളിലേക്കുമുള്ള രക്തപ്രവാഹം കുറയ്ക്കുക തുടങ്ങിയ ശാരീരിക മാറ്റങ്ങളിലൂടെ ഈ ഹോർമോണുകൾ സിമ്പതറ്റിക് വ്യവസ്ഥയോട് ചേർന്ന് അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ശരീരത്തെ സുസജ്ജമാക്കുന്നു. അപ്പോൾ അഡ്രിനൽ ഗ്രന്ഥി എന്ന് പറയുമ്പോൾ അഡ്രിനൽ ഗ്രന്ഥിയുടെ 2 പാർട്സ് ഉണ്ട്. മെഡുല്ലയും കോർട്ടെക്സും നമ്മൾ പഠിച്ചതാണ്. മെഡുല്ല എന്ന് പറയുന്നത് 2 ഹോർമോണിനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഏതൊക്കെയാണ് ഹോർമോൺ? എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും. അപ്പോൾ ഈ 2 ഹോർമോണുകളും സിമ്പതറ്റിക് വ്യവസ്ഥയോട് ചേർന്ന് അടിയന്തര ഘട്ടത്തെ നേരിടാൻ നമ്മുടെ ശരീരത്തെ സജ്ജമാക്കുന്ന ഹോർമോണുകളാണ്. ഓക്കെ, ഇനി
അഡ്രിനൽ ഗ്രന്ഥിയുടെ കോട്ടക്സ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണാണ് ഏതൊക്കെ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെലാട്ടോണിൻ അല്ലേ. ഇനി അതുകൂടാതെ ഇവിടെ 2 ഹോർമോണിൻ്റെ കാര്യം കൂടി പറയുന്നുണ്ട്. അഡ്രിനൽ ഗ്രന്ഥിയുടെ കോട്ടക്സ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്, മിനർലോകോർട്ടിക്കോയിഡ്, ഗൊണാഡോകോർട്ടിക്കോയിഡ് എന്നീ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന വിവിധ ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇവയെ കോർട്ടിക്കോസ്റ്റിറോയിഡുകൾ എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ കോർട്ടിക്കോസ്റ്റിറോയിഡുകളിൽ ഉൾപ്പെടാത്തത് ഏത് ചോദിക്കാം. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്, മിനർലോകോർട്ടിക്കോയിഡ്, ഗൊണാഡോകോർട്ടിക്കോയിഡ് എന്നീ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഹോർമോണുകളാണ് കോർട്ടിക്കോസ്റ്റിറോയിഡുകൾ എന്നറിയപ്പെടുന്നത്. വീണ്ടും ആവർത്തിച്ച് പറയുന്നത് മനസ്സിൽ പതിയാൻ വേണ്ടിയിട്ടാണ്. അഡ്രിനൽ ഗ്രന്ഥിയുടെ 2 പാർട്സ് ആണ് മെഡുല്ലയും കോട്ടക്സും. കോട്ടക്സ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണുകളാണ് പൊതുവെ കോർട്ടിക്കോസ്റ്റിറോയിഡുകൾ എന്നറിയപ്പെടുന്നത്. കോർട്ടിക്കോസ്റ്റിറോയിഡുകളിൽ ഉൾപ്പെടുന്ന ഹോർമോണുകൾ ഏതൊക്കെ? ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്, മിനർലോകോർട്ടിക്കോയിഡ്, ഗൊണാഡോകോർട്ടിക്കോയിഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഭാഗത്തേക്ക് നമുക്ക് വരാം. ഈ കോർട്ടിക്കോയിഡ് ഹോർമോണുകൾ അല്ലെങ്കിൽ കോർട്ടിക്കോസ്റ്റിറോയിഡുകളുടെ ഡ്യൂട്ടീസ് ആണ് ഇനി പറയാനായിട്ട് പോകുന്നത്. കോർട്ടക്സ് ഉൽപ്പാദിപ്പിക്കുന്ന കോർട്ടിക്കോസ്റ്റിറോയിഡുകളാണ് കോർട്ടിസോൾ, ആൽഡോസ്റ്റിറോൺ, ആൻഡ്രജനുകൾ. ഓക്കെ, അപ്പോൾ നോക്കാം. ഇതിൽ കോർട്ടിസോളിൻ്റെ ഡ്യൂട്ടി എന്താണ്? ഗ്ലൂക്കോസിൻ്റെ ആന്തര സമസ്ഥിതി നിലനിർത്തുന്നു. കോർട്ടിസോൾ എന്താ ചെയ്യുന്നത്? ഗ്ലൂക്കോസിൻ്റെ ആന്തര സമസ്ഥിതി നിലനിർത്തുന്നു. പ്രതിരോധ പ്രവർത്തനങ്ങളെ മന്ദീഭവിക്കുന്നു. അതുപോലെ ശരീരത്തിൻ്റെ വീക്കം, അലർജി എന്നിവ പ്രതിരോധിക്കുന്നു. കോർട്ടക്സ് ഉൽപ്പാദിപ്പിക്കുന്ന അഡ്രിനൽ ഗ്രന്ഥിയുടെ ഭാഗമായിട്ടുള്ള കോർട്ടക്സ് ഉൽപ്പാദിപ്പിക്കുന്ന കോർട്ടിക്കോസ്റ്റിറോയിഡുകളാണ് കോർട്ടിസോൾ, ആൽഡോസ്റ്റിറോൺ, അതുപോലെ ആൻഡ്രോജനുകൾ. അതിൽ കോർട്ടിസോളിൻ്റെ ധർമ്മമാണ് നമ്മൾ പറയുന്നത്. ഗ്ലൂക്കോസിൻ്റെ ആന്തര സമസ്ഥിതി നിലനിർത്തുന്നു, പ്രതിരോധ പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കുന്നു, ശരീരത്തിൻ്റെ വീക്കം, അലർജി എന്നിവ പ്രതിരോധിക്കുന്നു. ഇനി ആൽഡോസ്റ്റിറോൺ ശരീരത്തിലെ ലവണസന്തുലനത്തിന് സഹായിക്കുന്നു. ശരീരത്തിൻ്റെ ലവണസന്തുലനത്തിന് സഹായിക്കുന്ന കോർട്ടക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? ആൽഡോസ്റ്റിറോൺ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ആണ്. രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നു. ആൽഡോസ്റ്റിറോൺ എന്ന ഹോർമോൺ ശരീരത്തിലെ ലവണസന്തുലനവും രക്തസമ്മർദ്ദവും ക്രമീകരിക്കുന്നു. ഇനി ആൻഡ്രോജനുകൾ എന്ന് പറയുമ്പോൾ ലൈംഗിക വളർച്ചയെയും ലൈംഗിക സ്വഭാവത്തെയും നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ആൻഡ്രോജനുകൾ. ആൽഡോസ്റ്റിറോൺ ശരീരത്തിലെ ലവണ സന്തുലനത്തിന് സഹായിക്കുന്നു, രക്തസമ്മർദ്ദം ക്രമീകരിക്കുകയും ചെയ്യുന്നു. ഇനി കോർട്ടിസോൾ ആണെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ ആന്തര സമസ്ഥിതി നിലനിർത്തുന്നു, പ്രതിരോധ പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കുന്നു, ശരീരത്തിൻ്റെ വീക്കം, അലർജി എന്നിവ പ്രതിരോധിക്കുകയും ചെയ്യുന്നു. ഇനി അടുത്തത് ഉറക്കവും ഉണരലും. ഏതാണ്? മെലാട്ടോണിൻ എന്ന ഹോർമോണിനെ കുറിച്ചാണ് പറയുന്നത്. പീനിയൽ ഗ്രന്ഥി, മസ്തിഷ്കത്തിൻ്റെ തലാമസിൻ്റെ സമീപമായി കാണപ്പെടുന്ന പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന മെലാട്ടോണിൻ എന്ന ഹോർമോണാണ് നമ്മളുടെ ബോഡിയിലെ ബയോളജിക്കൽ ക്ലോക്ക്. ഈ ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തിലുണ്ടാവുന്ന ഏറ്റക്കുറച്ചിലാണ് നമ്മുടെ ദൈനംദിന ഉറക്കത്തെയും ഉണരലിനെയും സ്വാധീനിക്കുന്നത്. ഓക്കെ, അപ്പോൾ പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? മെലാട്ടോണിൻ. മസ്തിഷ്കത്തിൽ തലാമസിന് സമീപമാണ് പീനിയൽ ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത്. മെലാട്ടോണിൻ എന്ന ഹോർമോണാണ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മുടെ ഉറക്കത്തെയും ഉണരലിനെയും ഒക്കെ സ്വാധീനിക്കുന്ന ഗ്രന്ഥി. ദിവസത്തിലെ 24 മണിക്കൂർ നീളുന്ന കൃത്യമായ ഇടവേളകളിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിൽ മെലാട്ടോണിൻ മുഖ്യ പങ്ക് വഹിക്കുന്നു. ആയതിനാൽ പീനിയൽ ഗ്രന്ഥിയെ ജൈവ ഘടികാരം അല്ലെങ്കിൽ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് അറിയപ്പെടുന്നു. രാത്രിയിൽ കൂടുതൽ സമയം കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ ഉപയോഗിക്കുന്നത് ഉറക്കം വരാതിരിക്കൽ, തുടർച്ചയായ ഉറക്കം നഷ്ടപ്പെടൽ, പകൽ സമയത്തിന് ഉറക്കം വരൽ എന്നിവയ്ക്ക് കാരണമാകുന്നു. ഉറങ്ങുന്നതിന് മുൻപ് ഇത്തരം ഉപകരണങ്ങളുടെ ഉപയോഗം തീർത്തും ഒഴിവാക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ മസ്തിഷ്കത്തിന് ആവശ്യമായ അളവിൽ മെലാട്ടോണിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും നല്ല ഉറക്കം ലഭിക്കുകയും ചെയ്യുകയുള്ളൂ. ഇനി പ്രതിരോധത്തിന് പിന്നിൽ ഏത് ഗ്രന്ഥിയെക്കുറിച്ചാണ് പറയുന്നത്? തൈമസ് ഗ്രന്ഥി. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ നല്ലൊരു റിവിഷൻ ആയിരിക്കും. ഓൾഡ് SCERT നമ്മൾ ഓൾറെഡി ഈ ഭാഗമൊക്കെ പഠിച്ചതാണ്. മാറലിന് പിന്നിലായി സ്ഥിതി ചെയ്യുന്ന തൈമസ് ഗ്രന്ഥി ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഈ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈമോസിൻ. ഇത് എവിടെയാണ്? T ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിനാണ്. T ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിന് സഹായിക്കുന്ന ഹോർമോണാണ് തൈമോസിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് തൈമസ് ഗ്രന്ഥിയാണ്.
മാറലിന് പിന്നിലായി സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. മാറലിന് പിന്നിലായി സ്ഥിതി ചെയ്യുന്ന തൈമസ് ഗ്രന്ഥി ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഈ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന തൈമോസിൻ എന്ന ഹോർമോൺ ടി ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിന് സഹായിക്കുന്നു. ഇനി ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറിയും. മിക്ക അന്തസ്രാവി ഗ്രന്ഥികളുടെയും പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ഹൈപ്പോതലാമസ് ആണ്. സമസ്ഥിതി പാലനത്തിനായിട്ടുള്ള ഹൈപ്പോതലാമസിന്റെ പങ്കിനെ കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു. ഹൈപ്പോതലാമസിന്റെ താഴെയായിട്ടാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി കാണപ്പെടുന്നത്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ട്രോപ്പിക് ഹോർമോണുകൾ. ഈ ഹോർമോണുകളുടെ ഉൽപ്പാദനത്തെ നിയന്ത്രിച്ചുകൊണ്ടാണ് ഹൈപ്പോതലാമസ് മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെയൊക്കെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹോർമോൺ ഉൽപ്പാദന പ്രക്രിയയുടെ മുഖ്യ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് ഹൈപ്പോതലാമസ് ആണ്. എന്താ പറഞ്ഞത്? മിക്ക അന്തസ്രാവി ഗ്രന്ഥികളുടെയും പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ആരാണ്? നമ്മുടെ മസ്തിഷ്കത്തിന്റെ ഭാഗമായിട്ടുള്ള ഹൈപ്പോതലാമസ് ആണ്. എങ്ങനെയാണ്? പിറ്റ്യൂട്ടറി ഗ്രന്ഥി. ഈ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ട്രോപ്പിക് ഹോർമോണുകളുണ്ട്. അപ്പോൾ ഈ ട്രോപ്പിക് ഹോർമോണുകളുടെ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുകയും അതുവഴി ഹൈപ്പോതലാമസ് മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? മുഖ്യ നിയന്ത്രകൻ എന്ന പേരിൽ അല്ലെങ്കിൽ മാസ്റ്റർ കൺട്രോൾ സിസ്റ്റം എന്ന പേരിൽ ഹൈപ്പോതലാമസ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി നോക്കിക്കോളൂ, ഇവിടെ എന്തിനെ കുറിച്ചാണ് പറയുന്നത് നോക്കാം നമുക്ക്. ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി ഹോർമോണുകളും ധർമ്മവും. അപ്പോൾ ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ, പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ, അവയുടെ ധർമ്മം, അതിനെക്കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ കുറിച്ച് നോക്കാം. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് TSH, ACTH, GTH എന്നിവ. GTH, പിന്നെ അതുപോലെ സൊമാറ്റോട്രോപ്പിനും പ്രോലാക്റ്റിനും ഉണ്ട്. നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ. ഓക്കെ, TSH എന്ന് പറയുമ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥിയെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണാണ് TSH. ACTH അഡ്രിനൽ കോർട്ടക്സിനെ ഉത്തേജിപ്പിക്കുന്നു. GTH എന്ന് പറയുമ്പോൾ അണ്ഡാശയം, വൃഷ്ണം എന്നിവയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു. സൊമാറ്റോട്രോപ്പിൻ എന്ന് പറയുമ്പോൾ ശരീര വളർച്ചയ്ക്ക് സഹായിക്കുന്നതാണ്. പ്രോലാക്റ്റിൻ മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് TSH, ACTH, GTH, സൊമാറ്റോട്രോപ്പിൻ, പ്രോലാക്റ്റിൻ എന്നിവ. ഇനി പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിന്തളം സ്രവിക്കപ്പെടുന്ന ഹോർമോണുകളാണ്. അതായത് വാസോപ്രസിനും ഓക്സിറ്റോസിനും ഹൈപ്പോതലാമസിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിന്തളത്തിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുകയും ആവശ്യഘട്ടങ്ങളിൽ അവിടെ നിന്ന് സ്രവിക്കപ്പെടുകയുമാണ് ചെയ്യുന്നത്. ഓൾഡ് SCRTയിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ വാസോപ്രസിൻ അല്ലെങ്കിൽ ADH, ആൻറ്റി ഡയൂറട്ടിക് ഹോർമോൺ എന്ന് പറയുന്ന വാസോപ്രസിൻ വൃക്കയിലെ ജലത്തിന്റെ പുനരാകിരണത്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്സിറ്റോസിൻ ആണെങ്കിലോ പ്രസവം സുഗമമാക്കാൻ, ഗർഭാശയ പേശികളുടെ സങ്കോചത്തിലൂടെ ഗർഭസ്ഥ ശിശു പുറത്തേക്ക് വരാനായിട്ടുള്ള പ്രവർത്തനം, പ്രസവം സുഗമമാക്കുന്നു. അതുപോലെ മുലപ്പാൽ ചുരത്താനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നത് ഓക്സിറ്റോസിൻ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് പ്രോലാക്റ്റിൻ ആണ്. അതെന്താണ്? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ്. എന്നാൽ വാസോപ്രസിൻ എന്ന് പറയുന്നത്, അതുപോലെ വാസോപ്രസിനും ഓക്സിറ്റോസിനും ഈ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിന്തളം സ്രവിക്കപ്പെടുന്ന ഹോർമോണാണ്. ഇത് രണ്ടും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഹൈപ്പോതലാമസിലാണ്. ഓക്സിറ്റോസിൻ മുലപ്പാൽ ചുരത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു, പ്രസവം സുഗമമാക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വാസോപ്രസിൻ ആണെങ്കിലോ വൃക്കയിൽ ജലത്തിന്റെ പുനരാകിരണത്തിനാണ് സഹായിക്കുന്നത്. ഇനി നമുക്ക് ഇങ്ങോട്ട് വരാം. ഹൈപ്പോതലാമസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹോർമോണുകൾ ഇവിടെ കണ്ടോ. വാസോപ്രസിൻ, ഓക്സിറ്റോസിൻ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നു ആര്? ഹൈപ്പോതലാമസ്. എന്നിട്ടാണ് എവിടെ കൊണ്ട് സ്റ്റോർ ചെയ്യുന്നത്? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിന്തളത്തിൽ കൊണ്ട് സ്റ്റോർ ചെയ്യുന്നു. ആവശ്യാനുസരണം പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിന്തളത്തിൽ നിന്ന് സ്രവിക്കപ്പെടുകയും ചെയ്യുന്നു. വാസോപ്രസിൻ, ഓക്സിറ്റോസിൻ എന്നിവ നാഡീതന്തുക്കൾ വഴി പിറ്റ്യൂട്ടറിയുടെ പിന്തളത്തിൽ സംഭരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി എന്താണ് ഇവിടെ പറയുന്നത്? ന്യൂറോ സെക്രട്ടറി കോശങ്ങളെ കുറിച്ചാണ്. ഉൽപ്പാദിപ്പിക്കുന്ന റിലീസിംഗ് ഹോർമോണുകളും ഇൻഹിബിറ്ററി ഹോർമോണുകളും പിറ്റ്യൂട്ടറിയുടെ മുൻതളത്തിൽ എത്തുന്നു. റിലീസിംഗ് ഹോർമോണുകൾ പോർട്ടൽ സിര വഴി മുൻതളത്തിലെത്തി ട്രോപ്പിക് ഹോർമോൺ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കുന്നു. ഇൻഹിബിറ്ററി ഹോർമോണുകൾ അവയുടെ ഉൽപ്പാദനത്തെ തടയുന്നു. അപ്പോൾ റിലീസിംഗ് ഹോർമോണുകളും അതുപോലെ തന്നെ ഇൻഹിബിറ്ററി ഹോർമോണുകളെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓൾഡ് SCRTയിൽ പറഞ്ഞതാണ്. അത് രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആക്ഷൻസ് ആണ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ അവിടെ പഠിച്ചതാണ്.
ഓക്കെ, അപ്പോൾ ഓൾ ഡസ് സി ആർ ടി പഠിച്ചിട്ട് ഇങ്ങോട്ട് വരുമ്പം എന്താണ് നമുക്കത് കൂടുതലായിട്ട് മനസ്സിലാകും. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഓൾ ഡസ് സി ആർ ടിയിൽ അവൈലബിൾ ആണ്. ഇനി വളർച്ചയ്ക്ക് പിന്നിൽ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന വളർച്ചാ ഹോർമോൺ, അതായത് സൊമാറ്റോട്രോപ്പിൻ എന്ന ഹോർമോൺ. ഓക്കെ, ഇനി അതെന്ത് ചെയ്യുന്നുണ്ട്? വളർച്ചയെ സഹായിക്കുന്നുണ്ട്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രോത്ത് ഹോർമോൺ ആയിട്ടുള്ള സൊമാറ്റോട്രോപ്പിൻ എന്ത് ചെയ്യുന്നുണ്ട്? വളർച്ചയെ നിയന്ത്രിക്കുന്നു. മുഖ്യ ശരീരകോശങ്ങളിലും ക്രമഭംഗം ത്വരിതപ്പെടുത്തിയും, ക്രമഭംഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീര വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കോശവിഭജനമാണ്. ശരീര വലിപ്പം വർദ്ധിപ്പിച്ചും ശരീര വളർച്ചയ്ക്ക് ഇടയാക്കുന്ന ഹോർമോണുകളാണ് ഏതാ? സൊമാറ്റോട്രോപ്പിൻ ആയിട്ടുള്ള ഗ്രോത്ത് ഹോർമോൺ. ഓക്കെ, സൊമാറ്റോട്രോപ്പിൻ എന്നാണ് ഗ്രോത്ത് ഹോർമോണിൻ്റെ പേര്. ഇതിൻ്റെ ഉൽപ്പാദനത്തിലെ ഏറ്റക്കുറച്ചിലുകൾ വളർച്ചാ വൈകല്യത്തിന് കാരണമാകുന്നുണ്ട്. ഇവിടെ നമ്മൾ 2-3 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഭീമാകാരത്വം, ഒരു നോർമലൈസ്ഡ് ലെവലിലുള്ള ഒരു പേഴ്സൻ്റെ ഹൈറ്റാണിത്. അതുപോലെ ഭീമാകാരത്വം അല്ലെങ്കിൽ അമിതമായിട്ട് വളർന്ന ഒരാളുടെ സൊമാറ്റോട്രോപ്പിൻ്റെ അമിതമായ ഉൽപ്പാദനം മൂലം എന്താണ് ഹൈറ്റ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുള്ള ഒരു വ്യക്തിയുടെ പിക്ചറാണ് നമുക്ക് തന്നിട്ടുള്ളത്. എന്താണ്? ഭീമാകാരത്വം. പിന്നെ വാമനത്വം, അക്രോമെഗലിയും തന്നിട്ടുണ്ട്. ഇത് നമുക്കറിയുന്നതാണല്ലോ. വാമനത്വം എന്ന് പറയുമ്പോൾ വളർച്ചാ കാലഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കുറയുന്നു. അതുവഴി ശരീര വളർച്ച മുരടിക്കുന്ന അവസ്ഥയാണ് വാമനത്വം. ഭീമാകാരത്വം എന്നാൽ വളർച്ചാ കാലഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപ്പാദനം കൂടുകയും അമിതമായ ശരീര വളർച്ചയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സിറ്റുവേഷനാണ്. അക്രോമെഗലി എന്താണ്? വളർച്ച പൂർത്തിയായ ശേഷം സൊമാറ്റോട്രോപ്പിന്റെ ഉൽപ്പാദനം കൂടുന്ന വഴി കൈപ്പത്തി, കാൽപാദങ്ങൾ, താടിയെല്ല്, നഖം എന്നിവ അമിതമായി വളരുന്ന അവസ്ഥയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇത് പാർട്ട് 1 ആണ്. അപ്പോൾ ഈ ഒരു ജലസന്തുലനം മുതൽ നെക്സ്റ്റ് പാർട്ടായിട്ട് നമ്മൾ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. കൂടാതെ ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്തോളൂ. അവിടെയാണ് നമ്മൾ വീക്ക്ലി റിവിഷൻ പ്ലാനുകളും അതോടൊപ്പം തന്നെ ആ റിവിഷൻ പ്ലാനുകൾ ബേസ് ചെയ്തിട്ടുള്ള എക്സാംസും ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇത് ആക്സസ് ചെയ്യാവുന്നതാണ്. കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് നമ്മുടെ ടെലഗ്രാമിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചേക്കാം. താങ്ക് യു ഓൾ.